നോക്കാം വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം പരിസമാപ്തിയിലേക്ക്. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ ഫ്ലോട്ടുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന കലാരൂപങ്ങൾ, ദൃശ്യാവിഷ്കാരങ്ങളും പരിപാടിയുടെ ഭാഗമായി. വിവരങ്ങളുമായി ബിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. ബിജിൻ, സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് ഇതാ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ എവിടെ എത്തി ഘോഷയാത്ര? പക്ഷേ തിരുവനന്തപുരം നഗരം ഒരുപക്ഷെ ഇതുവരെ കാണാത്ത ഓണാഘോഷത്തിന്റെ അതിന്റെ സമാപ്തിയിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പാളയം ഭാഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഓണം വാരാഘോഷത്തിന്റെ ഘോഷയാത്ര. ഇനി അല്പസമയത്തിനകം അത് കിഴക്കേക്കോട്ടയിലേക്ക് എത്തും. പ്ലോട്ടുകളൊക്കെ പാളയം കടന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞു. ഇനി ഉള്ളത് കിഴക്കേക്കോട്ടയിലേക്ക് എത്തുകയാണെന്നുള്ളതാണ്. അതിനുശേഷം കനകക്കുന്നിൽ നടക്കുന്ന വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. എന്തായാലും ആയിരക്കണക്കിന്, ഒരുപക്ഷെ പതിനായിരക്കണക്കിന് ആളുകൾ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ അണിനിരന്ന് അതൊരു വർണ്ണാഭമായ കാഴ്ചയായി മാറുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ കടന്നുപോയത് എന്നുള്ളതാണ്. അവസാനത്തെ നിമിഷത്തിലൂടെ ഓണം വാരാഘോഷത്തിന്റെ ഘോഷയാത്ര ഇപ്പോൾ കടന്നു പോവുകയാണ്. എല്ലാവർക്കും, അതായത് കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ എത്തുന്ന വഴികളിൽ ഒക്കെ ഇരുഭാഗങ്ങളിലുമായി നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ കാഴ്ച ഈ വന്ന ഘോഷയാത്രകൾക്കും ഒപ്പം തന്നെ അതിലുണ്ടായിരുന്ന പ്ലോട്ടുകൾക്കും മറ്റ് വർണ്ണ ദൃശ്യങ്ങൾക്കും ഒക്കെ അപ്പുറം ഉള്ള കാഴ്ചകളായിരുന്നു. ഇരുഭാഗങ്ങളിലായി നിറഞ്ഞു നിന്ന ആളുകളുടെ കാഴ്ച. ഇതാ ഒരു തിരിച്ചു പോകുന്ന കുട്ടിയാണ്. മോളെ, കണ്ടോ ഘോഷയാത്ര? ഇതെന്ത് ഈ തലയിലൊക്കെ വെച്ചിരിക്കുന്നു? ലൈറ്റാ? കൊള്ളാമോ? അടിപൊളിയായിരുന്നു. ആകെ എക്സൈറ്റ്മെന്റിലാണ് മോള്, അതുകൊണ്ട് ആണ് സംസാരിക്കാത്തത്. എന്തായാലും പോകുന്ന ആളുകളൊക്കെ പിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ്. അവർക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ ഒരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത് തന്നെ വലിയ തരത്തിലുള്ള ഈ ലൈറ്റുകളാണ്. ആ ലൈറ്റുകൾ ഇങ്ങനെ അണിനിരക്കുന്ന കാഴ്ചയായിരുന്നു. ഇങ്ങോട്ടാ, ഇങ്ങോട്ട് വാ. ഇതാ മോളെ, ഇങ്ങോട്ടാ പോകുന്നത്? ഓണം കണ്ടോ? ഓണത്തിന്റെ ഘോഷയാത്ര കണ്ടോ? ഐസ്ക്രീം വേണോ? അടിപൊളിയായിരുന്നു. ഐസ്ക്രീം വേണോ? ഐസ്ക്രീം പറ. എവിടെ? ബലൂണാണോ? ആ, ഇത് അടിപൊളി ബലൂണാണല്ലോ. കടലയുണ്ടോ? കടലയാണോ? വേണ്ട. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ഓണാഘോഷം, സൂപ്പർ. എല്ലാ തവണയും വരുന്നതാണ്. ഞങ്ങള് കോഴിക്കോടാണ്. ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് അവിടുത്തെ ആഘോഷം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആഘോഷം സൂപ്പർ. ജോലി ഇവിടെയാണ്. എല്ലാ തവണയും തിരുവനന്തപുരത്ത് ആഘോഷം കാണാറുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ ആഘോഷമായിരുന്നു. അതെ അതെ അതെ, നല്ല ആഘോഷമായിരുന്നു. ഇതാണ് അക്ഷയ, എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് ദുരന്തങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ചതാണ്. അതിനുശേഷമുള്ള ഈ ഒരു ഓണാഘോഷം അത് ഒരുപക്ഷെ മലയാളികൾ പൂർണ്ണമായും, കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും അങ്ങേറ്റെടുത്തു. മലയാളികൾ എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം മലയാളികൾ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾ ഒക്കെ ഈ ഓണാഘോഷം ഇങ്ങനെ കളറാക്കി മാറ്റിയതാണ്. അവരൊക്കെ നമ്മളോട് കുറച്ചു മുമ്പ് സംസാരിച്ചതാണ്. വിദേശത്തു നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. ഈ പ്ലോട്ടുകളിൽ അണിനിരുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആഘോഷ തിമിർപ്പിൽ തന്നെയായിരുന്നു. ഇപ്പോഴും അവസാനിക്കില്ല. എന്തായാലും രാത്രി 12 മണിയോടുകൂടി മാത്രമേ ഈ ദൃശ്യങ്ങളൊക്കെ അവസാനിക്കുള്ളൂ. തിരുവനന്തപുരത്തെ നഗരവീഥികൾ പൂർണ്ണമായും നല്ല ലൈറ്റുകൾ. हिंदी इंग्लिश how's Onam? Okay, nice. Actually, people are enjoying actually. From the last 4 days or 5 days, people visited Kalanakatu Palace and Sangamikam Beach also. So they are also very nice. Okay. Thank you. We can happy Onam. Happy Onam. ഓക്കെ, അത് തന്നെയാണ്. തിരുവനന്തപുരത്തിന് പുറത്തുള്ള ആളുകൾ, ഒപ്പം തന്നെ മലയാളികൾ അല്ലാത്ത ആളുകൾ ഒക്കെ ഈ ആഘോഷത്തിലങ്ങ് പങ്കുചേരുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ തിരുവോണത്തിന് തലേന്ന് ഉത്രാടപ്പാച്ചിലിനൊക്കെ പോയപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന ആളുകൾ ഒക്കെ എത്തുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത്
വലിയ ആഘോഷത്തിൽ നമ്മളെപ്പോഴും പങ്കാളികളാവാറുണ്ട്. ഈ ഓണം എന്ന് പറയുന്ന സെലിബ്രേഷൻ അവർക്ക് ഒരുപക്ഷെ രാജ്യത്ത് എവിടെയും കണ്ടിട്ടില്ലാത്ത വലിയ സെലിബ്രേഷനാണ്. അതെ അതെ, വിജിൻ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്ത് എവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ ഒരു ഓണം വാരാഘോഷം തന്നെയാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. അനന്തപുരി അങ്ങനെ കളറായിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഘോഷയാത്ര എത്തി നിൽക്കുന്നത് പാളയത്താണോ? മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് വിജിൻ വായാന്തോടാണ്.